Hey guys, welcome back to my channel. In this video, I'll be sharing everything that you need to know about 10th grade. All the YouTube channels that I watched, the guides that I refer to, how much do you have to study, and more. First question, how to score good marks in Malayalam? Is it hard to score? First തന്നെ 10th ക്ലാസ്സിലെ മലയാളം ഈസി ആണോ അല്ലെങ്കിൽ ടഫ് ആണോ എന്ന് പലരും ചോദിക്കലുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ 10th ക്ലാസ്സിലെ മലയാളം കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ചില മലയാളം ഫസ്റ്റിൽ മെയിൻലി ചില ചാപ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര വലുതാണ് എങ്കിൽ പോലും നമ്മൾ കുറച്ച് എഫേർട്ട് ഇടുകയാണെങ്കിൽ 2 സബ്ജക്റ്റിന് നമുക്ക് A+ വാങ്ങാൻ പറ്റും. മലയാളം സെക്കൻഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ പഠിക്കാനും കുറച്ചേ ഉള്ളൂ, ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റേഴ്സും കുറവാണ്, ചാപ്റ്റേഴ്സിന്റെ ലെങ്ത്തും കുറവാണ്. ഇനി മലയാളത്തിൽ എങ്ങനെയാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മലയാളം ആൻസർ എങ്ങനെ എഴുതണ്ടെന്ന് ബേസിക്കലി നമുക്കറിയാം. 3 പാരഗ്രാഫ് ആയിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുക. ആൻഡ് മലയാളം പൊതുവെ എനിക്കൊരു ടഫസ്റ്റ് സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ 9th ക്ലാസ്സിൽ എത്തിയപ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്നാലും എനിക്ക് A ഗ്രേഡ് വരെ മാത്രമേ എത്താൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ 10th ക്ലാസ്സിൽ ഒരു എക്സാമിനും എനിക്ക് മലയാളത്തിൽ A+ പോയിട്ടില്ല. 9th ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടും A+ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടായില്ല. ചിലപ്പോൾ അത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ഒരു മാർക്ക് പോയാൽ A+ പോകും. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ആൻസേഴ്സ് ഞാൻ വാരി വലിച്ച് ഒരുപാട് എഴുതുന്നതിന് പകരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം വരുന്ന രീതിയിൽ ഷോർട്ട് ആക്കുകയാണ് ചെയ്തത്. ഓരോ ചാപ്റ്ററിനും വേണ്ടിയിട്ട് ഞാനൊരു പോയിന്റ് നോട്ട്ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പേപ്പറിലാണ് ഞാൻ എഴുതാറ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന പോയിന്റ്സും പിന്നെ എനിക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന പോയിന്റ്സും പിന്നെ എന്താ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇന്ന കൃതി ഇന്ന ആളാണ് എഴുതിയത്, ഇന്നതിൽ നിന്നാണ് എടുത്തത്, അതും കൂടി ഞാൻ ആ പോയിന്റ് നോട്ട്ബുക്കിൽ എഴുതി വെക്കും. എക്സാമിന്റെ തലേന്ന് ഞാൻ ഇത് റെഫർ ചെയ്യാറുണ്ട്. എക്സാമിന്റെ തലേന്ന് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാറുണ്ട്. അത് ഞാൻ ലേബർ ഇന്ത്യന്റെ ഗൈഡിൽ നോക്കിയിട്ടാണ് കൂടുതലും വായിക്കാറുള്ളത്. ഞാൻ യൂസ് ചെയ്ത ഗൈഡ് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ ലേബർ ഇന്ത്യയാണ് യൂസ് ചെയ്തത്. ലേബർ ഇന്ത്യന്റെ ഓരോ മാസം വരുന്ന ഈ ചെറിയ ചെറിയ ഗൈഡിന് പകരം ഞാൻ വലിയൊരു ഗൈഡായിരുന്നു വാങ്ങിയത്. അതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒരു റിവിഷൻ പോലെയുള്ള കുറച്ച് ഷോർട്ട് നോട്ട്സും ഉണ്ട്. സോ ഇത് വായിച്ചിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം കണ്ടാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന പോയിന്റ്സ് എന്തായാലും ഉണ്ടാവണം എന്ന് ഞാൻ മനസ്സിലാക്കി വെക്കും. സോ ആൻസേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആൻസേഴ്സ് ചെറുതാക്കിയിട്ടാണ് ഞാൻ എഴുതിയത്. ഇപ്പൊ നമുക്ക് സ്പീഡിന്റെ പ്രശ്നമാണ് ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഹിന്ദി എങ്ങനെ പഠിക്കാമെന്നും ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാമെന്നും എന്നോട് ചോദിച്ചിട്ടുണ്ട്. സോ ഇതേ ഒരു മെത്തേഡ് തന്നെ നമുക്ക് ഹിന്ദിക്ക് യൂസ് ചെയ്യാം. ഇംഗ്ലീഷിന് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം എക്സാംസ് കമ്പാരിറ്റീവ്ലി ബാക്കി 2 ലാംഗ്വേജിനെക്കാട്ടും ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ ക്വസ്റ്റ്യൻ വരിക, ഗ്രാമറും എല്ലാം വരലുണ്ടല്ലോ. ഹിന്ദിക്ക് ഇത് വർക്ക് ചെയ്യും. ഈസ് ഇറ്റ് ഈസി ടു പാസ് 10th ഗ്രേഡ് ഓർ ഹാർഡ്? ആക്ച്വലി 10th ക്ലാസ്സിൽ ഫുൾ A+ കിട്ടാൻ അത്ര പാടൊന്നുമില്ല എന്ന് വെച്ചിട്ട് അത് ഈസി ആവുന്നില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റത്തെ 2 മാസം അല്ലെങ്കിൽ 3 മാസം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫുൾ A+ വാങ്ങിയ ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് എല്ലാവർക്കും അത് കഴിയില്ല. പിന്നെ ലാസ്റ്റത്തെ 2 മാസം പഠിക്കുന്നതിന്റെ കുഴപ്പം എന്താന്ന് വെച്ചാൽ നമുക്ക് പിന്നേക്ക് അതിന്റെ ഒരു കാര്യവും ഓർമ്മ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലോണം മാർക്ക് എല്ലാ എക്സാമിനും വാങ്ങണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഫസ്റ്റ് തൊട്ടേ നല്ലോണം പഠിക്കണം എന്നാണ് ഞാൻ പറയാം. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഫൈനൽ എക്സാമിന് ഫുൾ A+ കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ ഓണ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഫൈനൽ എക്സാമിനും A+ കിട്ടിയ ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. പക്ഷെ ഫുൾ A+ കിട്ടുന്നതിനേക്കാളും നമ്മുടെ ബെസ്റ്റ് ട്രൈ ചെയ്തിട്ട് നമ്മുടെ ബെസ്റ്റ് വാങ്ങുക എന്നുള്ളതിനാണ് കാര്യം. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇപ്പോൾ നമുക്ക് ഓണ എക്സാമിന് 6 A+ ഉള്ളൂ, അത് ക്രിസ്മസ് ആകുമ്പോഴേക്ക് 8 ആയി, പിന്നെ ഫൈനൽ എക്സാം ആകുമ്പോഴേക്ക് 10 ആയി. അതാണ് പ്രോഗ്രസ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഹൗ ടു സ്റ്റഡി ഹിന്ദി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹിന്ദി ആക്ച്വലി മലയാളത്തിനേക്കാളും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമുക്ക് ഏകദേശം ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻസും 1 മാർക്കിന്റെ അല്ലെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു 12 മാർക്കിനെ നമുക്ക് ആകെ ആൻസേഴ്സ് വലുതാക്കിയിട്ട് എഴുതാനുള്ളൂ. അതിലിപ്പോൾ ലെറ്ററും ഡയറിയും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സ്ട്രക്ചർ തന്നെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനും മാർക്കാണ്. ഒരു പോയത്തിന്റെ അപ്രീസിയേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു വെച്ചു, എന്നിട്ട് അതിന്റെ മിഡിലുള്ള തന്ന ലൈന് അത് സെന്റൻസ് ആക്കി എഴുതി, എന്നിട്ട് അതിനൊരു കൺക്ലൂഷൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 3 മാർക്ക് എന്തായാലും കിട്ടും. ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ ഇന്ത്യയിൽ ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിലും A+ എന്തായാലും നമുക്ക് കിട്ടും. ഹൗ മെനി hours ഷുഡ് യു സ്റ്റഡി? എത്ര മണിക്കൂർ പഠിക്കണം എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
ആഴ്ചയിൽ 3-4 ദിവസം 5-6 മണിക്കൂർ പഠിക്കുന്നതിനെക്കാട്ടും ദിവസവും 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ പഠിക്കുന്നതിനോടാണ് എനിക്ക് കൂടുതലും യോജിപ്പ്. ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് ദിവസവും അത്ര സമയം പഠിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യത്തെ സമയത്തൊക്കെ എക്സാമിന്റെ തലേ ദിവസം പഠിച്ചിട്ട് നല്ല മാർക്കൊക്കെ കിട്ടും. പക്ഷെ അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അത് ടഫായിട്ട് വരും. ചാപ്റ്ററിന്റെ എണ്ണം കൂടുമ്പോൾ മാത്രമല്ല നമ്മൾ ദിവസവും പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. ഇനി സയൻസ് സബ്ജക്റ്റിന്റെ കാര്യം പറയുമ്പം ആദ്യം നമുക്ക് ബയോളജി എടുക്കാം. ഈ 3ലും എക്സാമിൽ എപ്പോഴും ട്വിസ്റ്റഡ് ആയിട്ട് ചോദ്യം വരുന്നത് ബയോളജിയിലാണ്. കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ അല്ലെങ്കിൽ മോഡൽ എക്സാം ആയിക്കോട്ടെ, ബയോളജിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡീപ്പായിട്ട് പഠിച്ച ആൾക്കാർക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റൂ. പൊതുവെ ബയോളജി ഒരു ഈസി ആയിട്ട് കണക്കാക്കുന്ന സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഊന്നൽ കൊടുത്ത് പഠിക്കാറില്ല. പക്ഷെ 10th ബയോളജി ചാപ്റ്റേഴ്സ് ഒക്കെ പൊതുവെ കുറച്ചുകൂടി ലോങ് ആണ്. പിന്നെ കോൺസെപ്റ്റ്സ് പേരുകളുണ്ടല്ലോ ഓർത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല നമുക്ക് കൺഫ്യൂസ് ആവുന്ന പേരാണ്. ഫസ്റ്റ് തൊട്ടേ ബയോളജി പഠിക്കുന്ന കാര്യം വൃത്തിക്ക് പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. കാരണം കൺഫ്യൂസ് ആവുന്ന ഒരുപാട് നെയിംസ് ഉണ്ട്. നമ്മൾ ഈ ചാപ്റ്റർ പ്രോഗ്രസ് ചെയ്ത് പോകുന്ന സമയത്ത് നല്ല രീതിയിൽ കൺഫ്യൂഷൻ വരും. ആൻഡ് ബയോളജിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്ത യൂട്യൂബ് ചാനൽസ് നോക്കുകയാണെങ്കിൽ എക്സാം വിന്നറിന്റെ അർച്ചന മിസ്സിന്റെ ക്ലാസ്സസ് ആണ് എനിക്ക് കൂടുതലും ഉപകാരമായിട്ട് തോന്നിയത്. മിസ് എല്ലാ കോൺസെപ്റ്റും ഒരു മൈൻഡ് മാപ്പ് പോലെ ഒരു സ്ട്രക്ചർ ആയിട്ടാണ് പഠിപ്പിക്കുക. ഹിന്ദിയിൽ ഞാൻ റെഫർ ചെയ്ത യൂട്യൂബ് ചാനൽസ് പറഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്തത് സൈലത്തിന്റെ ബാബു സാറെ ക്ലാസ്സസ് ആയിരുന്നു. സാറിന്റെ ഈ ആൻസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അത് കുറച്ചുകൂടി ലളിതമായ ഭാഷയിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് കെമിസ്ട്രി. ഇതിൽ 3ലും എനിക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് തോന്നിയത് കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രിയിൽ 7 ചാപ്റ്റർ ആണ്. അവസാനത്തെ 2 ചാപ്റ്ററോ ഓർഗാനിക് കെമിസ്ട്രി ആണ്. അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് കുറച്ചുകൂടി പെട്ടെന്ന് എഴുതി കഴിയും. കാരണം ഈ ചെയിന് വരയ്ക്കാൻ, ചെയിൻ്റെ നെയിം ഏതാന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പിന്നെ കെമിസ്ട്രിയിലെ സൈലത്തിലെ മാധവ് സാറെ ക്ലാസ് ആക്ച്വലി അടിപൊളിയാണ്. പിന്നെ കെമിസ്ട്രിയിലെ 3rd ചാപ്റ്റർ പൊതുവെ കുറച്ച് ടഫായിട്ട് പറയുന്നതാണ്. അത് ഏകളിലെ റിജു സാറ് കുറച്ച് ഈസി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ട്യൂഷന് പോയിട്ടുണ്ടോ എന്ന് കുറെ ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ ഡിസംബർ വരെ ട്യൂഷന് പോയിട്ടുണ്ട്. സൈലം ഓഫ്ലൈനിലാണ് ട്യൂഷന് പോയത്. ഈ ഫിസിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫിസിക്സിൽ 7 ചാപ്റ്റർ ആണുള്ളത്. ആൻഡ് 3ാമത്തെ ചാപ്റ്റർ ഭയങ്കര വലുതാണ്. ആൻഡ് അത് നമ്മൾ മനസ്സിലായി എന്ന് വിചാരിക്കും. പക്ഷെ അവസാനം നമ്മൾ ഫൈനൽ എക്സാമിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ജനറേറ്ററും AC-യും DC-യും ഒക്കെ വരുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ, റൈറ്റ് ഹാൻഡ് റൂൾ അതൊക്കെ ആദ്യമേ ശരിയായിക്കോ. കാരണം ഫൈനൽ എക്സാമിലേക്ക് നമ്മൾ നല്ല കഷ്ടപ്പെടും. ഫിസിക്സിൽ ഞാൻ ഇതുവരെ കണ്ട ക്ലാസ്സസിൽ ഏറ്റവും നല്ലത് ആരുതാന്ന് ചോദിച്ചാൽ വിത്തൗട്ട് ഡൗട്ട് അത് എക്സാം വിന്നറിലെ അലക്സ് സാറിന്റെ ക്ലാസ്സസ് ആണ്. ഹി ഈസ് ടു ഗുഡ്. പിന്നെ ഫിസിക്സിൽ അവസാനത്തെ 2 ചാപ്റ്റർ പൊതുവെ കുറച്ച് ചെറുതാണ്, പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ 5ാമത്തെ ചാപ്റ്റർ കുറച്ച് പ്രശ്നമാവും. റിഫ്രാക്ഷന്റെ ഒക്കെ വരുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ പഠിക്കേണ്ട കാര്യം പറഞ്ഞു. സോ ഈ ക്രിസ്മസ് എക്സാം അടുപ്പിച്ച് ഉള്ള സമയത്ത് നമുക്കൊരു 3 മണിക്കൂറൊക്കെ പഠിക്കേണ്ടി വരും ചില സമയം. പിന്നെ ഫൈനൽ എക്സാമിന്റെ ഈ ഒരു സ്റ്റഡി ലീവും പിന്നെ മോഡൽ എക്സാമിന്റെ തൊട്ട് മുന്നേ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ നമ്മൾ എന്തായാലും റിവിഷൻ ചെയ്യുമ്പോൾ ഒരു 5 മണിക്കൂർ 4 മണിക്കൂർ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ടൈം ഫോർ വേക്കിംഗ് അപ്പ് ആൻഡ് ഗോയിങ് ടു സ്ലീപ് ടു റെഡ്യൂസ് സ്ട്രെസ്. അത് ആക്ച്വലി നമ്മളെ സ്റ്റഡി ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണ്. അതുകൊണ്ട് ഞാൻ കൂടുതലും രാവിലെയാണ് പഠിക്കാം. എന്തെങ്കിലും എക്സാം ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നൈറ്റിൽ കൂടുതലും പഠിക്കുള്ളൂ. അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വന്നിട്ട് എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള വർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ രാത്രി ചെയ്യുള്ളൂ. കൂടുതലും ഞാൻ രാവിലെയാണ് ചെയ്യല്. രാവിലെ കുറച്ച് നേരത്തെ എണീക്കും ഹെവി ആയിട്ടുള്ള വർക്ക് ആണെങ്കിൽ. അങ്ങനെയാണ് ഞാൻ കൂടുതലും ഒരു 10:30 ആകുമ്പോഴേക്ക് കിടക്കുമായിരുന്നു. എന്നിട്ട് ദിവസവും ഒരു 5:30 അല്ലെങ്കിൽ 5 മണി ആകുമ്പോഴേക്ക് എണീക്കും. എന്തായാലും 7:30 എനിക്ക് ട്യൂഷൻ ഉണ്ട്. ട്യൂഷൻ ഒരു 8:45 ആകുമ്പോഴേക്ക് കഴിയും. എന്നിട്ട് 9 മണിക്ക് സ്കൂളിൽ ക്ലാസ്. പിന്നെ വീട്ടിലെത്തുമ്പോഴേക്ക് എന്തായാലും എക്സോസ്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എങ്ങനെയും വേഗം കുറെ ഫ്രീ ടൈം ഒക്കെ എടുത്ത് കിടന്നുറങ്ങിയിട്ട് രാവിലെ നേരത്തെ എണീക്കാൻ ശ്രമിക്കും. ഇനി നമ്മൾ സോഷ്യലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പൊതുവെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഒക്കെ പറയലുണ്ട് 9th ആണ് 10th കുറച്ചുകൂടി ടഫ് എന്ന്. അത് ആക്ച്വലി ശരിയാണ്. ആ ഒരു കേസ് ബാക്കി എല്ലാ സബ്ജക്റ്റിനും അപ്ലൈ ആവും. പക്ഷേ അത് സോഷ്യലിന് അപ്ലൈ ആവുന്നില്ല. മൈ ഒപ്പീനിയൻ എന്തായാലും 9th സോഷ്യലിനെക്കാട്ടും ടഫാണ് 10th സോഷ്യൽ.
മേ ബി ചാപ്റ്റേഴ്സ് കുറച്ചുകൂടി വലുതായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നാലും ടഫാണ്. സോഷ്യലിൽ ഒരിക്കലും ടെസ്റ്റഡ് ആയിട്ട് ചോദ്യം വരില്ല. അധിക വർഷവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു മാറ്റവും ഇല്ലാണ്ട് അങ്ങനെ തന്നെ റിപ്പീറ്റ് ആയിട്ടാണ് വരല്. പക്ഷെ എന്നാലും സോഷ്യലിൽ ഒരുപാട് ആൾക്കാർക്ക് A+ പോകലുണ്ട്. അതിന് റീസൺ ആയിട്ട് ഒന്നേ ഉള്ളൂ. സോഷ്യൽ ഇസ് ഡെഫിനറ്റ്ലി ലൈക്ക് എ ഓഷ്യൻ. അവസാന നിമിഷം എല്ലാ ചാപ്റ്ററും കൂടി പഠിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് തീരില്ല. അപ്പൊ തീർന്നാൽ തന്നെ നമുക്ക് ഫുള്ള് കൺഫ്യൂഷനായിട്ട് ആൻസർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി ഫുള്ള് പോയി പോകും. ബയോളജി ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തൊട്ടേ ആ ഒരു ശ്രദ്ധ കൊടുക്കണം. അതേപോലെ തന്നെ ശ്രദ്ധ കൊടുക്കേണ്ട വേറൊരു വിഷയമാണ് സോഷ്യൽ. ഫസ്റ്റ് തൊട്ടേ ഉള്ള ചാപ്റ്റർ നല്ലോണം പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ജോഗ്രഫീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഹിസ്റ്ററിൻ്റെ അത്ര തന്നെ വലുപ്പമുണ്ടെന്ന് തോന്നും ചാപ്റ്റേഴ്സ് ഒക്കെ. പക്ഷെ എന്നാലും അതിലെ കണ്ടന്റ് കുറവാണ്. അതുകൊണ്ട് മാർക്ക് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ ഹിസ്റ്ററി അങ്ങനെയല്ല. ബാക്കിയുള്ള സബ്ജക്റ്റ് പോലെയല്ല. സോഷ്യൽ നമുക്ക് ഒറ്റയ്ക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണ്, എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ നമുക്ക് സോഷ്യൽ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ സോഷ്യൽ കുറേ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ് സോഷ്യലിന് വേണ്ടിയിട്ട് അധികം കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏഗണിലെ ഫസൽ സാറ് സോഷ്യൽ ജോഗ്രഫിക്ക് വേണ്ടിയിട്ട്, പിന്നെ ഹിസ്റ്ററിക്ക് ഏഗണിലെ അജിസൽ സാറ്, പിന്നെ സൈലത്തിലെ അമീൻ സാറ് ഹിസ്റ്ററിക്ക്. അതൊക്കെയാണ് യൂട്യൂബ് ചാനൽസ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് മാത്സ്. യൂഷ്വലി എല്ലാവർക്കും ടഫാന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് മാത്സ്. ആൻഡ് ആ ഒരു റീസൺ കൊണ്ട് തന്നെ കുറെ ആൾക്കാർക്ക് A+ പോവാറുണ്ട്. ഇനി എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ മാത്സിന് വീക്കല്ല. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് അതിനനുസരിച്ചാണ് മാത്സ് നമുക്ക് മുന്നോട്ട് പഠിക്കേണ്ടത്. നമ്മളെ ലെവലിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ടാണ് നമ്മൾ തീരുമാനിക്കുക ഇനി എന്തൊക്കെ ചെയ്യണം, ഇനി എത്ര ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ മാത്സിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലത്തെ ക്വസ്റ്റ്യൻ അല്ല എക്സാമിന് വരിക. എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് വരല്. അതായത് എന്താ പറയുക, നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ബേസിസിലാണ് ക്വസ്റ്റ്യൻ വരിക. പക്ഷെ എന്നാലും ഡിഫറെൻറ്റ് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റിനേക്കാളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത് മാത്സിലാണ്. ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ വൃത്തിക്ക് പഠിച്ച് ടെക്സ്റ്റ് ബുക്കുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് അതിനുശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നോക്കുക. ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്ത് നോക്കുക. ലാസ്റ്റത്തെ ചാപ്റ്റേഴ്സിലൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ കുറവാണ്. പക്ഷെ ഫസ്റ്റിലേക്കുള്ള ചാപ്റ്ററിൽ അത് കുറേ ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റിലേക്കുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് സമയമുണ്ട്. അത് ചെയ്യാൻ വേണം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്സിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ ക്ലാസ് കണ്ടുകൊണ്ട്, അതായത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ക്ലാസ് ഉണ്ടല്ലോ, അത് കണ്ടുകൊണ്ട് മാത്സിന്റെ പ്രോബ്ലം ചെയ്യുന്നത് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് സ്റ്റെക്കായി പോകുമ്പോൾ നമ്മൾ അതും വെച്ച് അവിടെ ഇരിക്കും. പക്ഷെ ഒരാൾ നമ്മൾ ഗൈഡ് ചെയ്യാൻ ഉണ്ടാവുന്ന സമയത്ത് ആ വീഡിയോ പോസ് ചെയ്ത് നമ്മൾ ഒറ്റയ്ക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും എവിടെയാണ് നമുക്ക് തെറ്റ് സംഭവിച്ചത്, അത് കുറച്ചുകൂടി തലയിൽ നിൽക്കും. ആൻഡ് മാത്സ് ക്വസ്റ്റ്യൻ ചെയ്യാനും ചാപ്റ്റർ ഒന്നുകൂടി നല്ലോണം പഠിക്കാനും ഞാൻ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സസ് റെഫർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത് സൈലത്തിലെ ഫൂഫു സാറിന്റെ ക്ലാസ്സസ് ആണ്. ആൻഡ് അത്ര തന്നെ നല്ലതാണ് എക്സാം വിന്നറിലെ അലൻ സാറെ ക്ലാസ്സസും. ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ കൂടുതലും റെഫർ ചെയ്തത് ഷാഹിദ് സാറെ ക്ലാസ് ആണ്. കാരണം കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടും സാറിന്റെ ക്ലാസ് കാണുമ്പോൾ. ആൻഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡഡ്. ആൻഡ് ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും സാറിന്റെ ക്ലാസ് നല്ല എഫക്റ്റീവ് ആണ്. അലൻ സാറിന്റെ ക്ലാസ്സസ് പറയുമ്പോൾ അതും ആക്ച്വലി നല്ല ക്ലാസ്സസ് ആണ്. പക്ഷെ സാറ് കുറച്ചുകൂടി നല്ല ഡീപ്പായിട്ട് എടുക്കും. അപ്പൊ ചാപ്റ്റേഴ്സ് പഠിക്കാൻ ഞാൻ കൂടുതലും റെഫർ ചെയ്ത് അലൻ സാറിന്റെ ക്ലാസ്സസ് ആണ്. ആൻഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യലുണ്ട്. പിന്നെ ഒരാളെ ക്ലാസ് എനിക്ക് ഇന്ന ചാപ്റ്റർ മനസ്സിലായില്ലെങ്കിൽ മറ്റേ ആളെ റെഫർ ചെയ്യും. ആൻഡ് ലാസ്റ്റ്ലി നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാ സബ്ജക്ട്സിലെയും എല്ലാ ചാപ്റ്ററും ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം നിങ്ങൾ ഏടം വരെ എത്തിയെന്ന് ഒരു ട്രാക്ക് കീപ്പ് ചെയ്യാൻ അത് സഹായിക്കും. ആൻഡ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സോ 10th ഗ്രേഡിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻസ് ചോദിച്ചോളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.